സിന്ധു നദീതട സംസ്കാരം മുതൽ മനുഷ്യൻ ആർജിച്ചെടുത്ത ഒന്നാണ് കാർഷിക വൃത്തി. എന്നാൽ കർഷകർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന കാലം കൂടിയാണിത്. അതിന് സമാനമായി തന്നെ വ്യവസായവൽക്കരണത്തിന് ശേഷം ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൊന്നാണ് ആഗോള താപനം എന്നത്. ഇതിന് രണ്ടിനും പരിഹാരം നേടുകയും കർഷകർക്ക് ഗുണവും ചെയ്യുന്ന ഒരു പദ്ധതിയുമായി ഉദയം കൊണ്ടിരിക്കുകയാണ് കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് അവരുടെ പ്രോജക്റ്റ് നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ ചെയർമാൻ ശ്രീ KV അശോകനും ഒപ്പം കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റ് ഹെഡുമായ നിതീഷും നമ്മോടൊപ്പമുണ്ട്. അവരെ ആദ്യം പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ? ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു സന്ദേശം പറഞ്ഞു തന്നെ തുടങ്ങാം. പരിസ്ഥിതി സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട് കർഷകർക്കുണ്ടാകുന്ന ഗുണവുമാണല്ലോ നിങ്ങളുടെ പദ്ധതിയുടെ ആധാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സൊസൈറ്റി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്നുള്ളതാണ്. പ്രകൃതിയെ സംരക്ഷിക്കാതെ നമുക്കിനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വളരെ നൂതനമായ പ്രൊജക്റ്റുകളാണ്, പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പദ്ധതിയാണ് കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് പദ്ധതി. എന്താണ് ഈ കാർബൺ ക്രെഡിറ്റ്? കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ആശങ്കാജനകമായ പ്രശ്നം നേരത്തെ സാർ പറഞ്ഞ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ്. ഇത് കാർബൺ എമിഷൻ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടാണ് ഈ ആഗോളതാപനത്തിന് കാരണമാകുന്നത്. സ്വാഭാവികമായും ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ കാർബൺ ന്യൂട്രൽ ആക്കുന്നെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന യഥാർത്ഥത്തിൽ കർഷകരാണ്. പക്ഷേ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്കോ അല്ലെങ്കിൽ നിലനിന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാർഷിക വൃത്തിയിലൂടെ സസ്റ്റൈനബിൾ കൃഷി രീതികളിലൂടെ കാർബൺ എമിഷൻ കുറച്ച് കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതാണ് കാർബൺ ക്രെഡിറ്റ്. അതായത് കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നത് ആഗോള രംഗത്ത് തന്നെ ആവിഷ്കൃതമായ പദ്ധതികളാണ്. കാരണം ഏറ്റവും കൂടുതൽ ഭീഷണിയായി എത്തുന്നത് ആഗോള താപനമാണ്. കാർബൺ ക്രെഡിറ്റ് നിർഗമനമാണ് ഏറ്റവും വലിയ വിഷയമായി എത്തുന്നത്. അതെങ്ങനെ നമ്മുടെ കർഷകർക്ക് പണമാക്കി മാറ്റാനാകുന്നു? ഈ കാർബൺ എമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല. അതായത് നമ്മൾ ഇതിലിപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉണ്ട്, GHG പ്രോട്ടോക്കോൾ ഉണ്ട്. അതുപോലെ എല്ലാ കൊല്ലം COP എന്ന് പറഞ്ഞിട്ട് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇപ്പോൾ 29ാമത്തെയാണ് അബുദാബിയിൽ കഴിഞ്ഞത് ഈ കൊല്ലം. അടുത്തത് കൈറോയിലാണ്, അങ്ങനെ അടുത്തത് അസർബൈജാനിലാണ്. അപ്പോൾ ഇതെല്ലാ കൊല്ലം ഈ 198 രാജ്യങ്ങളും പങ്കെടുത്ത് അത്രയും ഒരു ക്രൂഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ് ഇപ്പോൾ ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം. ഇതിൽ ആക്ച്വലി ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയാണ് നമ്മൾ ഈ കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് പറയുന്ന 6 ഗ്യാസസിനെയാണ് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡേഞ്ചറസ് ആണ്. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലൈഫ് സൈക്കിൾ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു മഴക്കാലത്ത് നമുക്ക് പുഴുക്കം വരും, ഒരു ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞാൽ. പക്ഷെ അതിൻ്റെ ലൈഫ് 1-2 ദിവസമാണ്. അത് മഴയായിട്ട് വരുമ്പോൾ ആ ലെയർ ഡിപ്ലീറ്റ് ചെയ്ത് പോകും. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ ഡയോക്സൈഡോ മോളിക്യൂളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മീഥൈനോ നൈട്രസ് ഓക്സൈഡോ സൾഫർ ഫ്ലൂറൈഡോ ഹൈഡ്രോഫ്ലൂറോ കാർബൺസോ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്ങളോളാണ്. അതുകൊണ്ടാണ് നമുക്ക് കുറയ്ക്കാനേ പറ്റുള്ളൂ, നമുക്ക് അതിനെ ഡിപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ കാർബൺ എമിഷൻസ് കുറയ്ക്കുന്ന രീതിയിൽ നമ്മുടെ ശൈലികളും നമ്മുടെ പ്രവർത്തനങ്ങളും മാറ്റുക. ശരി, അങ്ങനെ കർഷകർ മാറ്റിയാൽ അവർക്ക് എങ്ങനെ ഗുണമാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് അവരുടെ ഒരു വേ ഓഫ് ഡൂയിങ് അഗ്രികൾച്ചറാണ് നമ്മൾ മാറ്റുന്നുള്ളൂ. ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്, അതാണ് ആദ്യത്തെ ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് സുസ്ഥിരമായ കൃഷി, അതിന് റീജനറേറ്റീവ് അഗ്രികൾച്ചർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജസ്റ്റ് ഒരു കൃഷി മാത്രമല്ല, അതിൻ്റെ പ്രൊഡക്ട്സ്, അതിൻ്റെ പാക്കിംഗ്, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, എങ്ങനെ നമ്മൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നു, എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ചെയ്യുന്നു, നാച്ചുറലായിട്ട് ചെയ്യാം, ഓർഗാനിക്കായിട്ട് ചെയ്യാം, ഇൻഓർഗാനിക്കായിട്ടും ചെയ്യുമ്പോഴും നമുക്ക് എമിഷൻസ് കുറഞ്ഞ രീതികളുണ്ട്. അപ്പം നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു ശാസ്ത്രീയ കൃഷി രീതിയാണ്. അതെ, നമ്മൾ ശാസ്ത്രീയവും പ്രകൃതി തത്വവുമായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൃഷി രീതി. അതായത് ഒരു മേഖല മാത്രം നമുക്ക് തിരുത്തിയിട്ട് കാര്യമില്ല. ഇതിൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ഫെർട്ടിലൈസർ യൂസിങ്ങിൻ്റെ വരുന്നുണ്ട്, പെസ്റ്റിസൈഡ് യൂസിങ്ങിൻ്റെ വരുന്നുണ്ട്, സോയിൽ ടിൽറ്റ് ചെയ്യണത് വരുന്നുണ്ട്, അതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ വാല്യൂ അഡീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമ്മൾ സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഇത് കാണുന്ന ഒരു കർഷകന് അവരുടെ കൃഷിഭൂമിയിൽ എങ്ങനെയാണ് കാർബൺ കുറച്ചു കൊണ്ടുവരാനാകുന്നത്? അങ്ങനെ കുറച്ചു കൊണ്ടുവന്നാൽ അവന് ഏത് തരത്തിലുള്ള നേട്ടമാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്
വാസ്തവത്തിൽ കർഷകരുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ ഫീസും ഈടാക്കാതെയാണ് നമ്മൾ ഈ പദ്ധതി കർഷകരെ എൻറോൾ ചെയ്യിക്കുന്നത്. ഓക്കെ. നമ്മുടെ ഈ കേരളവും തമിഴ്നാടുമാണ് നമ്മുടെ സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി. കേരളത്തിലും തമിഴ്നാട്ടിലുള്ള ഏത് കർഷകർക്കും നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അവരുടെ മൾട്ടി സ്റ്റേറ്റ് ആണ്. മൾട്ടി സ്റ്റേറ്റാണ്. കേരളവും തമിഴ്നാട്ടിലെയും ഏത് കർഷകർക്കും നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അവരുടെ നമ്മളൊരു ക്വസ്റ്റ്യനാർ കൊടുത്തിട്ടുണ്ട്. അവരുടെ കൃഷിയിടത്തിൽ ഇപ്പോഴത്തെ കൃഷി രീതികൾ എന്താണ്, ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, വിളകൾ, അതുപോലെ തന്നെ എന്താണ് വളപ്രയോഗം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുത്തതിന് ശേഷം ഈ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് സർവേ നടത്തി അവരുടെ കൃഷിയിടത്തിൽ അത് മണ്ണിൻ്റെ pH കണ്ടൻറ്റ് ഉൾപ്പെടെ കാർബൺ കണ്ടൻറ്റ് ഉൾപ്പെടെ സർവേ നടത്തി സർട്ടിഫൈ ചെയ്ത് അതിൻ്റെ അതോറിറ്റിയാണ് ലതീഷ്. അത് സർട്ടിഫൈ ചെയ്ത് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് വേൾഡിൽ ഇത് സർട്ടിഫൈ ചെയ്യുന്ന അതോറിറ്റി ഉണ്ട്. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടത്തുന്നത്. നമ്മൾ സർട്ടിഫൈ ചെയ്ത് അവർ കൂടി സർട്ടിഫൈ ചെയ്താലാണ് വാല്യുവേഷൻ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മളുടെ കർഷകരുടെ ഈ കൃഷിയിടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൺസൾട്ടൻസിയും, അത് ഇപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ടായിരുന്നാലും അതുപോലെ തന്നെ അവരുടെ ലാൻഡ് ഭൂവിനിയോഗം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതാണെങ്കിൽ ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കും, ക്രോപ്പ് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, അങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിൽ ഈ കാർബൺ ക്രെഡിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചെടികൾ വയ്ക്കുമ്പോൾ കാർബൺ ആഗീകരണം ചെയ്യും. കാർബൺ ആഗീകരണം ചെയ്ത് കഴിഞ്ഞാൽ അത് സസ്യത്തിലും അതുപോലെ ജൈവവസ്തുക്കളിലും മണ്ണിലും കാർബണിൻ്റെ അളവ് കൂടും, അന്തരീക്ഷത്തിൽ കുറയും. അത് ഇതിലേക്ക് മണ്ണിലേക്ക് ഇരിച്ചു കഴിഞ്ഞാൽ 1 ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറച്ച് കഴിഞ്ഞാൽ 1 യൂണിറ്റ് കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കണക്ക്. കർഷകൻ അങ്ങനെ ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ കാർബൺ എമിഷന്റെ ആഘാതം കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നിങ്ങളുടെ കൺസൾട്ടൻസി സഹായത്തോടു കൂടി ചെയ്യുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ചെയ്തു, അടുത്ത വർഷമായാലും ഒരു കർഷകന് കിട്ടുന്ന നേട്ടം. 10 ഏക്കറുള്ള ഒരു കർഷകൻ ആള് നമ്മൾ പറഞ്ഞ പോലെ കൺസൾട്ടൻസി കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയുള്ളൂ. അവർ മാറാനുള്ള ഒരു അത് പ്രകാരം അവരിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ എമിഷൻസ് 10 ടണ്ണായിരുന്നു എന്ന് വിചാരിക്കുക. അത് നമ്മളുടെ രീതികളും എല്ലാത്തിനും അഡോപ്റ്റ് ചെയ്തിട്ട് അവർ ചെയ്യുമ്പോൾ 5 ടണ്ണിലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡാറ്റ കളക്ഷൻ ആയാലും ഇതിൻ്റെ ഓരോ സോയിൽ ടെസ്റ്റിംഗ് ചെയ്ത റിപ്പോർട്ടുകളെല്ലാം ജെന്യൂനായിട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ഗോൾഡ് സ്റ്റാൻഡേർഡ്, വെറ സ്റ്റാൻഡേർഡ് എന്നുള്ള കമ്പനീസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇയർലി എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ട്രാൻസ്പാരൻറ്റും ഡാറ്റ വെരിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പറയുകയാണ് ഇപ്പോൾ ആളുടെ ഭാഗത്ത് നിന്ന് 5 ടണ്ണ് ആളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് കുറച്ചു. അപ്പോൾ 5 കാർബൺ ക്രെഡിറ്റ്സിന് ഈക്വലൻ്റ് ആണ് ആൾ. അപ്പോൾ ഈ കുറയ്ക്കുന്നതിനനുസരിച്ച് ഇവർക്ക് പോയിന്റ് കൂടും, യൂണിറ്റ് കൂടും. അപ്പോൾ ഈ 5 ടൺ കുറച്ച് കഴിഞ്ഞാൽ 5 കാർബൺ ക്രെഡിറ്റ്സ് അവർക്ക് വാല്യൂ അവരുടെ അക്കൗണ്ടിലാണ്. അവരാണ് ഈ പ്രൊജക്ട് ഓണേഴ്സ്, ഫാർമേഴ്സാണ് പ്രൊജക്ട് ഓണേഴ്സ്, നമ്മൾ കൺസൾട്ടന്റ് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വാല്യുവേഷൻ കിട്ടിയിട്ടുള്ള $40 ആണ് നമ്മുടെ ഈ പ്രൊജക്റ്റിന്. അപ്പോൾ 5 യൂണിറ്റ് ഒരു വർഷം കൂടി എന്നിരിക്കട്ടെ ഉദാഹരണത്തിന്. അപ്പോൾ ആ കർഷകന്റെ അക്കൗണ്ടിലേക്ക് ആ 5 യൂണിറ്റിന്റെ ഗുണം കിട്ടും. അത് പണമായിട്ടാണ് കിട്ടുന്നത് അതോ? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ കൺസൾട്ടൻസി ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാർബൺ എമിഷൻസ് കുറയ്ക്കുന്നതോട് കൂടിയിട്ട് ഈ കാർബൺ ക്രെഡിറ്റ്സിന്റെ വെരിഫിക്കേഷനും അതിന്റെ ട്രേഡിങ്ങും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ പ്രൊജക്ട് വെച്ചിട്ടാണ് പറയാം ഇത്രയധികം. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൊജക്റ്റ് ഇപ്പോൾ ഒരു 20,000 ഫാർമേഴ്സ് വെച്ച് ഇത്ര ഏക്കർ ലാൻഡിൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ പ്രൊജക്ട് പ്രകാരം ഞങ്ങൾ ഒരു കൊല്ലം ഇത്ര 1 മില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഞങ്ങൾ കുറച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റ് മേടിക്കാൻ കമ്പനീസ് ഉണ്ടാവും അവരുടെ എമിഷൻസ് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവർ മേടിക്കുമ്പോൾ ഇതിൻ്റെ 50%, ഇപ്പോൾ $40 ആണെങ്കിൽ $20 ഡയറക്ട്ലി ഫാർമേഴ്സിനാണ് പോവുക. ഓഹോ, 50% ബെനിഫിഷ്യറി ആവുന്നത് ഫാർമേഴ്സാണ്. കാരണം ഞങ്ങൾ കൺസൾട്ടൻസ് മാത്രമാണ്, അവരാണ് ഈ പ്രൊജക്ട് ഓണേഴ്സ്. കാരണം അവർ നമ്മൾ എന്തോരം കൺസൾട്ട് ചെയ്താലും അവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഇതെല്ലാം കുറയുന്നതല്ലാതെ നമുക്ക് അതിൻ്റെ വിളവോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഒന്നിലും നമുക്ക് യാതൊരു വക ഹോൾഡ് ഒന്നുമില്ല. അത് അവർ ഈ എമിഷൻസ് പറയുമ്പോൾ അവർക്ക് ഇൻസെൻറ്റീവാണ്. നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുക മാത്രമല്ല അവിടെ ചെയ്യുന്നത്, അവിടെ മണ്ണിൻ്റെ ഗുണവും പോഷകവും കൂടും. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഉൽപ്പാദന ശേഷി വർദ്ധിക്കും. അപ്പോൾ കർഷകർക്ക് ഒരു 100 രൂപ മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ ഒരു ഷെയർ എടുത്ത് ചേരുന്ന കർഷകനെ സംബന്ധിച്ച് 100 രൂപയുള്ളൂ. കർഷകന്റെ കൃഷിഭൂമിക്ക് അനുസരിച്ച് കൂടുക ഇല്ല സൊസൈറ്റി മെമ്പേഴ്സിന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ആ രീതിയിൽ പോലും വിളിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മളൊരു 7 വർഷത്തേക്കാണ് നമ്മൾ
ഈ ഇടുമ്പോൾ കർഷകർക്ക് പലർക്കും നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ സംശയങ്ങളുണ്ട്. നമ്മളുമായിട്ട് അഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ കുറേ തെറ്റായിട്ടുള്ള പേടിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെറും കൺസൾട്ടൻ്റ് മാത്രമാണ്. പിന്നെ ഇത് വളരെ സുതാര്യമാണ്. ആപ്പ് വെച്ച് നമ്മൾ ഈ നടത്തുന്ന പ്രക്രിയകളും ഇവർക്ക് ജനറേറ്റ് ചെയ്യുന്ന സർവേ റിപ്പോർട്ടും ഒക്കെ കർഷകർക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന സംവിധാനവും ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, സാങ്കേതിക ഈ കാർബൺ ക്രെഡിറ്റ് വിനിമയം ഇതെല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ 50% കർഷകന് കിട്ടുന്നു. 50% നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഐഡിയയിലേക്ക് എങ്ങനെ വന്നത് ശ്രീ KV? എന്തായിരുന്നു? ഞാൻ പിന്നെ സഹകരണ മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ഒരു 31 വർഷം സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞ് കേരള ബാങ്കിലേക്ക് മാറിയതിനു ശേഷം കേരള ബാങ്കിൽ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ നിന്നാണ് ഞാൻ വിരമിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പം തുടങ്ങി ഈ പരിസ്ഥിതിയുമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കണം തോന്നിയപ്പോൾ അത് കാർഷിക മേഖലയിലാവണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഇത് രൂപീകരിച്ച സമയത്താണ് മിസ്റ്റർ രതീഷുമായിട്ട്. അതാണ് ഈ ഒരു നവോത്ഥാനത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ സഹകരണ പ്രസ്ഥാനത്തിലുള്ള ഒരാൾക്ക് കർഷക പ്രകൃതി സംരക്ഷണ, കർഷകാനുകൂല അങ്ങനെ ഒരു പ്രോ അഗ്രികൾച്ചർ രീതി രൂപപ്പെടേണ്ടത് സ്വാഭാവികമാണ്. താങ്കൾ എങ്ങനെയാണ്, ലതീഷ് എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? സത്യം പറഞ്ഞാൽ കൊറോണയാണ് കാരണം. ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ NIT നിന്നാണ് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. പിന്നെ പുറത്ത് കുറേ കാലം ജോലി ചെയ്തിരുന്നു. ഓയിൽ ഫീൽഡിലാണ് ഞാൻ ജോലി ചെയ്തത്. സൺബർജൻ എന്ന് പറയുന്ന കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. പിന്നെ സ്വന്തമായിട്ട് ഇവിടെ പ്രീഫാബ് ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കൊറോണ സമയത്ത് നമുക്ക് 2 വർഷം എല്ലാവർക്കും ഒരു വെക്കേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ജൂനിയർ UK ആളാണ് ഈ കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഒരു അവസരം കിട്ടി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനത് ഈ കോഴ്സ് ചെയ്തു. ഡിപ്ലോമ കോഴ്സാണ്, അത് US നിന്നാണ് ചെയ്തത്. അപ്പോൾ അത് ഓൺലൈനിലൂടെ ഒരു കൊല്ലം നമ്മൾ യൂസ് ചെയ്ത്. അപ്പോൾ ഞാൻ അശോകേട്ടനും ഞാനും തമ്മിൽ നമ്മൾ കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമുള്ളതാണ്. ഫാമിലി റിലേഷൻഷിപ്പുകളാണ്. ഞങ്ങൾ തമ്മിൽ ചെറിയ ബിസിനസ് ഉള്ളതാണ്. അപ്പോൾ ഈ കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഐഡിയ മുമ്പോട്ട് കിട്ടുന്നു. പഠിച്ചു. അപ്പോഴും എൻ്റെ മൈൻഡിൽ അഗ്രികൾച്ചർ എന്നുള്ള സംഭവമല്ല. ഞങ്ങൾ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളാണ്, ഈ ഓഡിറ്റിങ്ങും അതിൻ്റെ കാര്യങ്ങളും, ESG ഓഡിറ്റിങ്, അതുപോലെ ഒരു ആപ്പ് സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ ഓട്ടോമാറ്റിക്കായിട്ട് എമിഷൻസിന്. കാരണം അഗ്രികൾച്ചർ മാത്രമല്ല, ഇൻഡസ്ട്രീസും എല്ലാ തരത്തിലും ഇതിന് എമിഷൻസിന് കുറയ്ക്കാനുള്ള കാര്യങ്ങളും ഇതിൻ്റെ സമയത്താണ് അശോകേട്ടൻ ഈ സൊസൈറ്റി രൂപീകരിച്ചത്. ഇങ്ങനെ സംസാരത്തിനിടയിൽ ആളെൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ ഇത് എങ്ങനെയും നമുക്ക് അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെടുത്തി ഫാർമേഴ്സിന് ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെയാണ് നമ്മളൊരു മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട് വേൾഡിൽ, കുറേ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു മോഡലൊക്കെ ഇതാക്കി. പിന്നെ നമുക്ക് തോന്നി ഇത് ഫാർമേഴ്സാണ് ഇതിൻ്റെ അംഗങ്ങൾ സൊസൈറ്റിയുടെ. ശോകാരനും ഈ പറഞ്ഞ പോലെ ടീം മൊത്തം കൈരളി ടീമുകളും ആ ഒരു എന്തിനും പുതിയതിനെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു കൃഷിഭൂമി, ആ കൃഷിഭൂമിയിൽ ആ കർഷകൻ സാധാരണഗതിയിൽ എന്ന പോലെ പണിയെടുക്കുന്നു. പക്ഷേ അതുകൊണ്ട് കാർബൺ എമിഷൻ, അതായത് പ്രകൃതിക്കുള്ള ദോഷം കുറയ്ക്കുകയും അവനൊരു വരുമാന മാർഗമാവുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതൊരു പക്ഷേ പെട്ടെന്നൊരു കർഷകൻ കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് കൺവിൻസിങ് ചെയ്യാനോ ദഹിക്കാനോ പറ്റില്ല. എന്താണ് അവനോട് പറയാനുള്ളത്? അതിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തെയും നമ്മളും എല്ലാം ജീവിക്കുന്നത് കർഷകൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമാണ് മാത്രം. ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ എന്തായിരുന്നാലും ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും കിട്ടണം. അതാണ് നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ അന്തരീക്ഷം മലിനീസമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല സർക്കാരുകളും കൃഷിക്കാർക്ക് വേണ്ടി കുറേ ഫണ്ടുകളും മാറ്റിവെക്കുന്നുണ്ട്. സത്യത്തിൽ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെട്ട് അവരുടെ കൈകളിലേക്ക് എത്തി അവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഈ സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള അവസരം കിട്ടിയപ്പോൾ അവരുടെ ഉൽപ്പാദനം ഇത് കിട്ടുക. ഞങ്ങളിപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ നാളികേര കർഷകർ, ഞങ്ങളുടെ സൊസൈറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റാണ് കോക്കനട്ട് വെർജിൻ പ്ലസ് കോക്കനട്ട് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ്, കാരറ്റക്ക് കമ്പനിയായിട്ട്. തെങ്ങ് കയറി 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി സൊസൈറ്റിയുടെ കീഴിലിപ്പോൾ ഉണ്ട്. അപ്പോൾ വെർജിൻ 20 പ്രവർത്തിക്കുന്നുണ്ട്.
പ്രോഡക്റ്റ് ഈ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് വാല്യൂഡ് പ്രോഡക്റ്റ് 20-25 പ്രോഡക്റ്റ് ഇപ്പോൾ ഉണ്ട്. അത് വിപണിയിലുണ്ടോ? വിപണിയിലുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഇതിലെല്ലാ നമ്മുടെ ഓഫീസുകളിലും അതിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ മായം ചേർക്കാത്ത ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇതാക്കി കഴിഞ്ഞാൽ കർഷകർക്ക് നിലനിൽപ്പുള്ളൂ. ആ സമയത്ത് നിലനിൽക്കുള്ളൂ. ആ സമയത്താണ് ഇപ്പോൾ ഏറ്റവും നൂതനമായ രീതിയിൽ ഇന്ത്യക്ക് വലിയ സാധ്യതയാണ് ഈ കാർബൺ ക്രെഡിറ്റിലൂടെ വലിയ ഫണ്ട്. അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് വാല്യൂ ആഡഡ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കർഷകനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ മറ്റൊന്നാണ് കാർബൺ ക്രെഡിറ്റ് അല്ലേ? ഇപ്പോൾ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ലതീഷ് സാറിൻ്റെ സഹായത്തോടുകൂടി വിഭാവനം ചെയ്തിട്ടുള്ളത് ഒരു 7 വർഷത്തിനുള്ളിൽ 5 ലക്ഷം ഏക്കർ ലാൻഡ് കർഷകരിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് 2200 കോടി രൂപയാണ്. ഇത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ്. വാസ്തവത്തിൽ 2200 കോടി രൂപ നമ്മൾ കാർബൺ ക്രെഡിറ്റിൽ നിന്ന് മാത്രമാണ് കണക്കാക്കിയുള്ളത്. പക്ഷേ അതിൽ 2500 കോടിയാണെങ്കിൽ 1100 കോടി രൂപയും കർഷകരിലേക്ക് എത്തും. അപ്പോൾ ഇതിന് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കർഷകന് ഏതെങ്കിലും തരത്തിൽ ബാധ്യത വരുമോ നിങ്ങൾ ഇടപെട്ട്? ഒരിക്കലുമില്ല. അതായത് ഭൂമി ഏറ്റെടുക്കുന്ന പോലും ഇല്ല. വെറും കൺസൾട്ടൻസി അവരുടെ കസ്റ്റഡിയിലാണ്. അവർക്കിപ്പോൾ ഇതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പിന്മാറിക്കഴിഞ്ഞാൽ ഇത് കിട്ടില്ല എന്ന് മാത്രം. പിന്നെ മെമ്പർഷിപ്പ് എടുത്താൽ 100 രൂപയും നഷ്ടമാകും. അല്ല, അത് നഷ്ടമല്ലല്ലോ, അത് ഷെയർ അല്ലേ. ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ലാഭവിഹിതം അവർക്ക് കിട്ടും. അവർക്ക് വോട്ടവകാശമുണ്ട്. ഇത് ഒരു പൊതു പ്രസ്ഥാനമാണല്ലോ, ഡെമോക്രാറ്റിക് ആണ്. ഇതിന്റെ സർക്കാർ അംഗീകാരങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 2 ടൈപ്പ് ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് ഉണ്ട്. 2 മാർക്കറ്റുണ്ട്. വോളണ്ടറി ഉണ്ട്, കോംപ്ലയൻസ് ഉണ്ട്. വോളണ്ടറി മാർക്കറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് വിനിമയം ചെയ്യാമെന്നാണ്. കോംപ്ലയൻസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അതിൻ്റെ കീഴിലുള്ള കമ്പനീസ്, ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ, BPCL അങ്ങനത്തെ കമ്പനീസിന് അവർക്ക് എമിഷൻസ് കുറയ്ക്കണത് അല്ലെങ്കിൽ എമിഷൻസ് ഓഫ്സെറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ബാക്കിയുള്ള പ്രൊജക്റ്റുകളിൽ നിന്ന് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള വില കുറഞ്ഞ അല്ലെങ്കിൽ ഒരു ചീപ്പായിട്ടുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ അവർക്ക് കോംപ്ലയൻസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ഉണ്ട്. അത് ഗവൺമെൻറ് മാത്രം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കോംപ്ലയൻസ് വോളണ്ടറി. അത് ഗവൺമെൻറ് അംഗീകൃത അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടി മാത്രമുള്ളതാണ് കോംപ്ലയൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു കർഷകൻ അവൻ്റെ ഭൂമിയും ഒക്കെയായി നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ പദ്ധതി, ഇതെങ്ങനെയാണ് കർഷകന് ഗുണമാവുന്നത് എന്നൊക്കെ മനസ്സിലായി. ഇനി എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കേണ്ടത് ഒരു കർഷകൻ? നമ്മുടെ ഇപ്പോൾ ഓഫീസുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 30 ബ്രാഞ്ച് ഇപ്പോൾ ഈ കാർബൺ ക്രെഡിറ്റ് കേരളത്തിലും തമിഴ്നാട്ടിലും 2 ബ്രാഞ്ച്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ഒക്കെ ആയിട്ട് 30 ബ്രാഞ്ച് ഇപ്പോൾ നമുക്കുണ്ട്. ഈ ബ്രാഞ്ചുകളിൽ വരാം. കേരളത്തിൽ മാത്രം 30? കേരളത്തിൽ മാത്രം 28 ബ്രാഞ്ച്. 2 ബ്രാഞ്ച് തമിഴ്നാട്ടിൽ. ഈ കാർബൺ ക്രെഡിറ്റിൻ്റെ പ്രൊജക്റ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഈ എല്ലാ മേഖലകളിലും. അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത് ഫോമൊക്കെ പൂരിപ്പിച്ച് ഇവിടെ ഷെയർ എടുത്ത് അത് കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ബ്രാഞ്ചിനെ സമീപിക്കുന്നു, അത് കഴിഞ്ഞ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ഈ പണം പോകുന്നത്? ഈ കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അത് കർഷകൻ നൽകുന്ന ബാങ്ക് അക്കൗണ്ടുമായി ഇത് ബന്ധിപ്പിക്കും. അതിനുശേഷം ആ പണം അങ്ങോട്ടേക്ക് പോകും. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അവർക്ക് രജിസ്റ്റർ ചെയ്യാം. വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് ഓൺലൈനാണ്, മൊത്തം ട്രാൻസ്പാരൻ്റ് ആണ്. അവർക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. കൈരളി MSCS.com കയറി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൻ്റെ ബ്രൗഷർ എന്താണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ഇന്നും വായിക്കാം. കൈരളി MSCS.com എന്നുള്ള അതിൻ്റെ ഒരു ടാബുണ്ട്, കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്പേഴ്സും എല്ലാം വെബ്സൈറ്റിലുണ്ട്. അതേപോലെ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ മെയിൻ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് ക്യാമ്പുകളും സാധനങ്ങളാണ്. ഇപ്പോൾ കർഷക കൂട്ടായ്മകളെ വിളിച്ച് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടും അതിന്റെ ഗുണങ്ങളും അതെല്ലാം ഞങ്ങൾ പരിചയപ്പെടും. അപ്പോൾ ഒരു സമഗ്രമാണ്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, സമഗ്രമായി അവരെ സഹായിക്കുക. അവരെന്താണ് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഫാർമർക്ക് എന്തൊക്കെയാണ് ഒരു കൃഷിക്കും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ എല്ലാം നമുക്കറിയുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറേ കൺസൾട്ടൻസിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ മേഖലയിൽ നിന്ന്, ഇതിന്റെ മാപ്പിംഗ് മേഖലയിൽ നിന്ന്, അതേപോലെ ഫെർട്ടിലൈസർ മേഖലയിൽ നിന്ന് എല്ലാവരുമായിട്ടും നമ്മൾ ടൈപ്പാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഓർഗാനിക് പോകാനുള്ള ഏറ്റവും വലിയ ഒരു ഒബ്സ്റ്റാക്കിൾ ഫിനാൻസാണ്. പിന്നെ ഈ പ്രൊഡക്ടിവിറ്റി കുറയുന്നതും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് ആക്ച്വൽ പ്രൊഡക്ടിവിറ്റി കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് കാര്യങ്ങളുണ്ട്. അതിന് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതിനായിട്ട് കമ്പനികളായിട്ട് നമ്മൾ ടൈപ്പാണ്. തീർച്ചയായും. ഈ കാർബൺ ക്രെഡിറ്റ് അല്ലാതെ നിങ്ങളൊരു സഹകരണ സ്ഥാപനമാണെന്ന് പറഞ്ഞാലോ, കാർബൺ ക്രെഡിറ്റ് അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ കർഷകർക്ക് വേണ്ടി ചെയ്യുന്നത്? ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ഷൻ നടത്തി അത് മായം ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുക.
അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഈ പ്ലാൻ ബേസ്ഡ് ഹോം കെയർ പ്രോഡക്റ്റ്, എക്കോ ഹാർവസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിസ്ഥിതി സൗഹൃദമായിട്ട് ഹെർബൽ സാനിറ്ററി നാപ്കിൻ നമ്മൾ ഹെർബലാണ് 4 വ്യത്യസ്ത പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് പ്രൊഡക്ഷൻ നടത്തുന്നത്. അത് വലിയ രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിലും മാനസികവും ശാരീരികവുമായ സംരക്ഷണത്തിലും ഹൈജീനിക്കുമാണ്, സയൻറ്റിഫിക്കുമാണ്, പ്രകൃതിദത്തവുമാണ്, പരിസ്ഥിതി സൗഹൃദവുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ 17 വർഷമായിട്ട് നമ്മളതിൽ മാർക്കറ്റിൽ ഉണ്ട്. ഇപ്പം 17 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്. ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കാരറ്റക്ക് ബ്രാൻഡ്. എൻ്റെ നാട്ടിൽ ഏങ്ങണ്ടിയൂരാണ് അതിൻ്റെ ഫാക്ടറി. അത് ഈ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നാളികേരം വെച്ചിട്ടാണോ? അതെ, തീർച്ചയായിട്ടും. അതിപ്പോൾ നമ്മൾ മില്ലറ്റ് ഐറ്റംസ്, ഇപ്പോൾ നമ്മളിവിടെ ഹണി, ശുദ്ധമായിട്ടുള്ള തേൻ, അതുപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് തീർത്തും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി. ഇപ്പോൾ ഞങ്ങൾ റൈസ് ഉൾപ്പെടെ കാർബൺ ക്രെഡിറ്റിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വേറൊരു ഇതുണ്ട്. പാലക്കാട് അല്ലെങ്കിൽ നമ്മുടെ കോൾ പടവുകൾ കാർബൺ ന്യൂട്രലായിട്ട് നമ്മൾ കാർബൺ ന്യൂട്രൽ റൈസ് ഇറക്കാൻ പോവുകയാണ്. കാർബൺ ന്യൂട്രൽ റൈസ് അതെന്താണ് ആ കോൺസെപ്റ്റ്? കാർബൺ ഫുട് പ്രിന്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് നമ്മളെ പ്രൊഡക്റ്റിന്റെ മുകളിൽ കാർബൺ ഫുട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കമ്മിറ്റഡ് ആണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ കാർബൺ ഫുട് പ്രിന്റ്. അതായത് ഒരു പാക്കറ്റിന് മുകളിൽ ദിസ് പാക്കറ്റ് ജനറേറ്റഡ് 16 kg കാർബൺ ഡയോക്സൈഡ് എമിഷൻ എന്നുള്ള സാധനം ഉണ്ടാവും. അതേപോലെ നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് ഓഡിറ്റഡ് ആയിട്ടുള്ള റൈസ്, എന്താണ് അതിന്റെ നമ്മൾ ആ റൈസ് ഉണ്ടാക്കുമ്പോൾ എത്ര കാർബൺ എമിഷൻ, അതിന്റെ പാക്കിംഗ് അടക്കം ചെയ്തു വരുമ്പോൾ 1 കിലോ റൈസിന് ടാക്സ് ഇളവുകളോ അങ്ങനെ വലിയ വില കിട്ടും. മാർക്കറ്റ് ഭയങ്കര ഡിമാൻഡാണ്. എക്സ്പോർട്ടിംഗ് മാർക്കറ്റ് ഭയങ്കര ഡിമാൻഡാണ്. കാരണം യൂറോപ്പിലൊക്കെ ഇപ്പോൾ നമ്മളൊരു ഷെൽഫിൽ ഒരേ പ്രൊഡക്റ്റ് 3 പാക്കിംഗ് ആയിട്ട് ഇരുന്നാലും അതിൽ കാർബൺ ഫുട് പ്രിന്റ് ഓഡിറ്റ് പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടുതലാണ്. അതാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ടിക്കറ്റ് സെലക്ട് ചെയ്യുന്നത് വരെ എമിഷൻസ് കുറവാണ്. എല്ലാത്തിലും കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയിട്ട് 2 വർഷമായിട്ടില്ല. പക്ഷേ ഇതിനകം തന്നെ 15,000-ലധികം മെമ്പർമാർ നമുക്ക് വന്നു കഴിഞ്ഞു. ഓൾറെഡി 30 ബ്രാഞ്ചും വളരെ നല്ല രീതിയിലാണ് കൈരളി സൊസൈറ്റിയിലെ മെമ്പർമാരും ജീവനക്കാരും വളരെ അചഞ്ചലമായ പ്രതിബദ്ധതയോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരുടെ നമ്മളോടുള്ള സപ്പോർട്ടും അതാണ്. പക്ഷേ ഈ സ്ഥലം എത്തിക്കുന്നതിൽ അവർക്കുള്ള അവയർനെസ് കുറവിൻ്റെ പ്രശ്നം നമ്മളിപ്പോഴും നേരിടുന്നുണ്ട്. അത് ഒരുപക്ഷെ പേടിച്ചിട്ടായി, പേടിയോ അല്ലെങ്കിൽ ഇത് ബോധില്ലാണ്ട്. പക്ഷെ അങ്ങനെ ഒരു ബാധ്യത അവർക്കാവുന്നില്ലല്ലോ. ഇല്ല. അവരുടെ ഭൂമി, അവരുടെ ഉടമസ്ഥത എല്ലാം അവർക്ക് തന്നെ. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതിൽ ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തത്വം ഉപയോഗിച്ചുകൊണ്ട് ജാതിമത ചിന്തകളില്ലാതെ, വർണ്ണ ഇതില്ലാതെ, അതുപോലെ തന്നെ ലിംഗവ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഇതുമില്ലാതെ ഈ കാർഷിക ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതായത് ഡിജിറ്റലും മറ്റെന്ത് മാർഗങ്ങളുണ്ടായാലും റിയാലിറ്റി എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നമാണ്. അത് ഏത് കാലത്തും നമുക്കത് ഭക്ഷിക്കാൻ വേണം. അത് ശുദ്ധമായി വേണം. അത് ചെയ്യുന്ന കർഷകന് ഗുണം ഉണ്ടാകണം. ഈ ഒരു കോൺസെപ്റ്റ് കൊള്ളാം. ഇല്ല, നമ്മളെ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ഇപ്പോൾ സേവ് സോയിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു സ്ലോഗൻ. എല്ലാവരും സേവ് സോയിൽ, സേവ് ഫാർമേഴ്സ്. ഏതൊരു ഇപ്പോൾ കോൺഫറൻസ് ഓഫ് പാർട്ടി എന്തെങ്കിലും ഈ കഴിഞ്ഞ ലാസ്റ്റ് കോൺഫറൻസ് ഓഫ് പാർട്ടിയിൽ ഒരു ഡേ ഹെൽത്തിന് വേണ്ടി, അതായത് ഫാർമേഴ്സ്, റീജനറേറ്റീവ് അഗ്രികൾച്ചറിന് വേണ്ടി മാത്രം ഒരു ഡേ മാറ്റി വെച്ചു. അത് ആദ്യമായിട്ടാണ് ഉണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള സംഭവത്തിലും ഏറ്റവും വലിയ പാർട്ട്നേഴ്സ് ഫാർമേഴ്സാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി. എല്ലാ രാഷ്ട്രങ്ങളും എല്ലാവർക്കും ഏറ്റവും വലിയൊരു പോയിന്റ് ഫാർമേഴ്സാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ ഉള്ള സന്ദേശം ആഗോളതലത്തിൽ രൂപം കൊടുക്കുന്നത് പരിസ്ഥിതി പുനരുദ്ധാരണം എന്ന വാക്കാണ്. പരിസ്ഥിതി പുനരുദ്ധാരണത്തിലൂടെ നമ്മുടെ കർഷകന് നേട്ടമുണ്ടാക്കുക എന്ന് പറയുന്ന വലിയൊരു സംരംഭമായിട്ടാണ് നിങ്ങളിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് എത്തിയിരിക്കുന്നത്. എന്താണ് ഈ പരിസ്ഥിതി ദിന സന്ദേശത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മുമ്പോട്ട് വെക്കുന്നത്? വളരെയേറെ സന്തോഷവും അഭിമാനമുള്ളൊരു നിമിഷമാണ് ഈ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്ന സമയം. കാരണം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും എതിരായുള്ള പോരാട്ടത്തിൽ ലോക ജനതയോടൊപ്പം കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവിലെ അംഗങ്ങളും കർഷകരും കൈകോർത്ത് ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ജീവവായുവാണ്.
അതിനൊരു കോട്ടം തട്ടിയാൽ നമുക്ക് ആർക്കും നിലനിൽപ്പില്ല. അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് മുമ്പെന്നത്തേക്കാളും സംരക്ഷിക്കല്ല, അപ്പോൾ അതിനെ പുനരുദ്ധരിക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് ഞങ്ങൾ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലോക ജനതയോടൊപ്പം നിന്നുകൊണ്ട് ഇതിൽ പങ്കാളിയാവുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ഈ ഒരു സന്ദേശം. അത് നിങ്ങൾ നമ്മളുമായി സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം കൂടുതൽ സമ്പന്നമാക്കുന്നതിനും കഴിയുന്നു എന്നുള്ളത്. അതാണ് നമ്മൾ പറയുന്ന പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക. അതാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മുമ്പോട്ട് വെക്കുന്ന ആശയം. വാക്കുകളിൽ നിന്ന് പ്രായോഗിക തലത്തിലേക്ക് കർഷകന് എങ്ങനെ ഗുണമുണ്ടാകാം എന്നുള്ളതാണ്. കർഷകൻ അവൻ്റെ കാർഷിക വൃത്തിയുമായി ഇവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ട് പോയാൽ ഒരു ബാധ്യതയുമില്ലാതെ കാർഷിക വൃത്തിയിൽ തന്നെ തുടരുകയും അതിനുശേഷം അതിൽ നിന്ന് അഡീഷണലായി മറ്റൊരു ലാഭ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും, മറ്റൊരു ബാധ്യതയിലും പെടാതെ. ഇതാണ് ഇവർ മുമ്പോട്ട് വെക്കുന്ന ആശയം. എല്ലാ ആശംസയും ഇവർക്ക് ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നേരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.